പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. നിലമ്പൂർ നഗരസഭ ബസ് സ്റ്റാൻഡിലെ ശൗചാലയത്തിൽ മലിനജലം കെട്ടിക്കിടക്കുന്നു. യാത്രക്കാരും ബസ് ജീവനക്കാരും ദുരിതത്തിൽ. രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സമയത്താണ് ശൗചാലയം വൃത്തിഹീനമായി കിടക്കുന്നത്. നിലമ്പൂർ നഗരസഭ ബസ് സ്റ്റാൻഡിലെ ശൗചാലയത്തിൽ മലിനജലം കെട്ടി നിൽക്കുന്നതാണ് യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ദുരിതമാകുന്നത്. ദിവസേന നൂറുകണക്കിന് യാത്രക്കാരും ബസ് ജീവനക്കാരും ആശ്രയിക്കുന്ന നഗരസഭ ബസ് സ്റ്റാൻഡിലെ ശൗചാലയത്തിലാണ് മലിനജലം ദിവസങ്ങളായി കെട്ടിക്കിടക്കുന്നത്. ഇടയ്ക്കിടെ നഗരസഭ ഇടപെട്ട് മലിനജലം ഒഴിവാക്കുന്നുണ്ടെങ്കിലും മലിനജലം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതിനാൽ പഴയപടി തന്നെയാവുകയാണ്. അധികൃതരുടെ അലംഭാവമാണ് ഇത്തരം ഒരു സാഹചര്യത്തിന് കാരണമെന്ന് സ്വകാര്യ ബസ് ഡ്രൈവറായ രാജൻ പറയുന്നു. അധികാരികൾ ഉണ്ടാവുമല്ലോ, ആരാപ്പതിന്റെ ആൾക്കാര് ഇവിടെ ജനങ്ങൾ യാത്രക്കാരെ എത്ര വന്നു പോകുന്നു. ഞങ്ങൾ ഡ്രൈവേഴ്സ് എപ്പോഴും ഉപയോഗിക്കേണ്ട സ്ഥലമാണ്. തമാശ പറയല്ലേ, ഇത് കാണില്ല ആൾക്കാർ. ഏറ്റവും കൂടുതൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണ് നിലമ്പൂര്, ഈ മലപ്പുറം ഈ ഏരിയ. അവിടുത്തെ ക്ലോസറ്റിൽ ഒരു വെള്ളം ഒരു തുള്ളിയില്ല. സ്മെല്ലടിച്ചിട്ട് ഈ യാത്രക്കാർക്കും ഈ ജനങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയും. ശൗചാലയം വൃത്തിഹീനമായി കിടക്കുന്നത് മൂലം ഏറെ ദുരിതത്തിലാണെന്ന്, ശൗചാലയത്തിന്റെ നടത്തിപ്പ് ഏറെ നഷ്ടത്തിലാണെന്നും നടത്തിപ്പുകാരനും പറഞ്ഞു. ഇതൊക്കെ എടുത്ത് കുടുങ്ങിയതാണ്. ബാത്റൂമിൽ ആരും പോകുന്നില്ല, വന്നു നോക്കി എല്ലാവരും മടങ്ങി പോവാണ്. ബാത്റൂമൊക്കെ ആകെ നിറഞ്ഞു കിടക്കുന്നത്. അതൊന്ന് ക്ലീനാക്കി തരണമെന്ന് പയ്യരോട് ഞാൻ ബന്ധപ്പെട്ടവരോട് അപേക്ഷ കൊടുത്ത് ഒന്ന് വന്ന് നോക്കി പോയി എന്നല്ല യാതൊരു നടപടി നിന്നിട്ടില്ല. മഴ പറഞ്ഞെടുത്ത് തരാറുണ്ട്. അപ്പം മഴ പറഞ്ഞിട്ട് യാതൊരു ഇല്ല. ബാത്റൂമിൻ്റെ ഉള്ളിലാകെ വെള്ളമാണ്. വെള്ളം ഞാൻ മുക്കി ഒഴിവാക്കുന്നത്. ഈ വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുക്കി ഒഴിവാക്കാം, അല്ലെങ്കിൽ ആൾക്കാർക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. കുടുംബശ്രീ നടക്കില്ല. എത്ര കാലമായി തുടങ്ങിയിട്ട്? ഇതിപ്പോൾ ഞാൻ ഏപ്രിൽ മാസം തൊട്ടാണ് തേച്ചിട്ട് തുടങ്ങി. എനിക്ക് ഒരു മാസം ഇത് നടത്താൻ കഴിഞ്ഞില്ല. ബാക്കിയുള്ള ആൾക്കാർ ദിവസങ്ങളിലൊക്കെ അത് ബ്ലോക്കായി കിടക്കും. ഈ 2 റൂം മാത്രം പറഞ്ഞു. ബാക്കിയുള്ള കൂട്ടിയിട്ടൊക്കെയല്ല, 3 റൂം കൂട്ടിയിട്ടൊക്കെയാണ്. നിലവിലെ സാഹചര്യത്തിൽ നഗരസഭ അടിയന്തരമായി ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. നിലമ്പൂർ മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് യാത്രക്കാർ എത്തുന്ന നിലമ്പൂർ നഗരസഭയുടെ ശൗചാലയം കണ്ടാൽ കയറാൻ തോന്നാത്ത വിധം വൃത്തിഹീനമായാണ് കിടക്കുന്നത്. A+ വിഷൻ, നിലമ്പൂർ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.